വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ യശസ്വി ജയ്സ്വാളിന് നഷ്ടമായത് അർഹിച്ച ഡബിൾ സെഞ്ചുറിയാണോ? നിർഭാഗ്യകരമായ ആ റണ്ണൌട്ടിൽ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലിന് നേരെ ഇത്രയേറെ വിമർശനം ആവശ്യമുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഗില്ലിന് നേരെ അലയടിക്കുന്ന "യു ക്യാൻ ട്രസ്റ്റ് എൻ എനിമി ബട്ട് യു ക്യാൻ നെവർ ട്രസ്റ്റ് ശുഭ്മാൻ ഗിൽ ആസ് എ ബാറ്റ്സ്മാൻ, ഹി ഈസ് വൺ ഓഫ് ദ ജലസ് പേഴ്സൺ ഗോയിങ് അറൗണ്ട്." നിങ്ങൾക്ക് ഒരു ശത്രുവിനെ വേണമെങ്കിൽ വിശ്വസിക്കാം, പക്ഷേ ഗില്ലിനെ അരുത്. അയാൾക്ക് അസൂയയാണ് എന്ന കുറ്റപ്പെടുത്തൽ വാക്കുകളിൽ വല്ല കയമ്പുമുണ്ടോ? ഗില്ലിനെ ഇത്രയേറെ കുറ്റപ്പെടുത്താനുണ്ടോ? നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. വിൻഡീസിനെതിരെ രണ്ടാം ടെസ്റ്റിൽ ഗില്ലും ജയ്സ്വാളും ഇന്ത്യക്കായി സെഞ്ചുറി നേടി തകർത്തടിക്കുകയായിരുന്നു ഈ ദിനം. തലേന്നത്തെ ആദ്യ ദിവസത്തിലെ ആത്മവിശ്വാസം നിറഞ്ഞ ഇന്നിംഗ്സ് ഇന്ന് ഡബിളിലേക്ക് എത്തുമെന്ന് കരുതിയ ഇടത്തു നിന്നാണ് യശസ്വി ജയ്സ്വാൾ അപ്രതീക്ഷിതമായി ശുഭ്മാൻ ഗില്ലുമായുള്ള ആശയക്കുഴപ്പത്തിൽ റണ്ണൌട്ടാവുന്നത്. അർഹിച്ച ഡബിൾ സെഞ്ചുറി ജയ്സ്വാളിന് ലഭിക്കാതെ പോയതിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഗില്ലിനെതിരെ വാളെടുത്തിരിക്കുകയാണ് ഒരു നല്ല ശതമാനം ക്രിക്കറ്റ് ആരാധകർ. രണ്ടാം ദിനം കളി ആരംഭിച്ച് രണ്ടാം ഓവറിൽ തന്നെയാണ് ജയ്സ്വാളിന് ക്രീസ് വിടേണ്ടി വന്നത്. 175 റൺസാണ് അദ്ദേഹത്തിന് നേടാനായത്. അതായത് തലേന്നത്തെ സ്കോറിനോട് വെറും 2 റൺസാണ് അദ്ദേഹത്തിന് ഈ ദിവസം കൂട്ടിച്ചേർക്കാൻ ആയുള്ളൂ. 258 പന്തുകൾ നേരിട്ട ജയ്സ്വാളിന്റെ ഇന്നിംഗ്സിൽ 22 ഫോറുകൾ ഉണ്ടായിരുന്നു. ടാഗ്നറൈൻ ചന്ദ്രപോളിന്റെ ത്രോയിൽ വിക്കറ്റ് കീപ്പർ ടെവിൻ ഇംലാക്കാണ് അദ്ദേഹത്തിന്റെ ഗംഭീര ഇന്നിംഗ്സിന് ഈ ദിവസം തിരശ്ശീലയിട്ടത്. ജയ്സ്വാളിന്റെ പുറത്താവൽ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. രണ്ടാം ദിനത്തിലെ രണ്ടാം ഓവർ ബൗൾ ചെയ്തത് പേസറായ ജെയ്സൺ സീൽസ് ആയിരുന്നു. 175 റൺസുമായി യശസ്വി ജയ്സ്വാളും അപ്പുറത്ത് 25 റൺസ് എടുത്ത ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലുമായിരുന്നു ഉണ്ടായിരുന്നത്. ജയ്സ്വാളാണ് ഈ ഓവറിൽ സ്ട്രൈക്ക് നേരിട്ടത്. ആദ്യ പന്തിൽ അദ്ദേഹത്തിന് റണ്ണൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. അടുത്ത ബോളിലായിരുന്നു ഈ റണ്ണൌട്ട് സംഭവിക്കുന്നത്. ഒരു ഫുൾ ലെങ്ത് പന്ത് മിഡ് ഓഫിലേക്ക് ഡ്രൈവ് ചെയ്തതിന് പിന്നാലെ ജയ്സ്വാൾ സിംഗിളിനായി ഓടിത്തുടങ്ങുന്നു. ആ ഒരു കോൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു, സിംഗിളിനായുള്ള കോൾ. പക്ഷേ ഗിൽ ആ സമയത്ത് അപ്പുറത്ത് നിന്നിരുന്ന ഗിൽ ആ സിംഗിളിനോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. കാരണം അവിടെ ഒരു ഫീൽഡർ ഉണ്ട് എന്നത് അദ്ദേഹം കണ്ടിരുന്നു. അദ്ദേഹം 2 സ്റ്റെപ്പ് മുന്നോട്ട് വന്ന ശേഷം തിരിച്ച് നോൺ സ്ട്രൈക്കർ ക്രീസിലേക്ക് തന്നെ മടങ്ങുന്നു. പക്ഷേ അപ്പോഴേക്കും യശസ്വി ജയ്സ്വാൾ ക്രീസിന്റെ പകുതിയിലേറെ എത്തിക്കഴിഞ്ഞിരുന്നു. ഇതിനിടെ ബോൾ ഫീൽഡറായ ടാഗ്നറൈൻ ചന്ദ്രപോളിന്റെ കൈകളിലേക്ക് എത്തുന്നു. അബദ്ധം മനസ്സിലാക്കിയ ജയ്സ്വാൾ പെട്ടെന്ന് മറുഭാഗത്തേക്ക് തിരികെ ഓടിയെങ്കിലും ഫലമുണ്ടാകുന്നില്ല. ബോൾ പിടിച്ചെടുത്ത കീപ്പർ ടെവിൻ ഇംലാക്ക് പൊടുന്നനെ സ്റ്റംപിംഗ് നടത്തുന്നു. ഒരു റണ്ണൌട്ട് ആവുന്നു യശസ്വി ജയ്സ്വാൾ. ഈ റണ്ണൌട്ടിൽ അതൃപ്തനായ ജയ്സ്വാൾ എന്തുകൊണ്ട് സിംഗിളിനായുള്ള തന്റെ കോൾ നിരസിച്ചുവെന്നും ഒക്കെ ക്യാപ്റ്റൻ ഗില്ലിനോട് ആ സമയത്ത് കൈകൊണ്ടും ആംഗ്യം കൊണ്ടും ചോദിക്കുന്നത് കാണാമായിരുന്നു. തിരികെ ഗില്ലും എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ നിരാശനായി ജയ്സ്വാളിന് ക്രീസ് വിടേണ്ടി വരുന്നു. ഇതിനുശേഷമാണ് ഒരു വിഭാഗം ആരാധകർ ശുഭ്മാൻ ഗില്ലിനെ കുറ്റപ്പെടുത്തി തുടങ്ങിയത്. ജയ്സ്വാളിന്റെ കോളിനോട് ആദ്യം തന്നെ ഗിൽ പ്രതികരിച്ചില്ല എന്നും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വിൻഡീസിന് ആ വിക്കറ്റ് ദാനം ചെയ്യേണ്ടി വരുമായിരുന്നില്ലെന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധകർ പറയുന്നത്. നേരത്തെ മുമ്പൊരു T20 അന്നത്തെ ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മയെയും ശുഭ്മാൻ ഗിൽ ഈ തരത്തിൽ റണ്ണൌട്ടാക്കിയത് ആ സമയത്ത് നമ്മൾ കണ്ടിരുന്നു. ആ സമയത്ത് വാർത്തയായിരുന്നു. രോഹിത്തിൽ നിന്നും അന്ന് ഏറെ ശകാരവും അന്ന് ഗിൽ കേൾക്കുകയുണ്ടായി. വളരെയധികം അരക്ഷിതത്വമുള്ള ഒരു ക്രിക്കറ്ററാണ് ശുഭ്മാൻ ഗിൽ. യശസ്വി ജയ്സ്വാളിനെ റണ്ണൌട്ടാക്കിയതിലൂടെ അത് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. സിംഗിൾ എടുക്കാമെന്ന് കോൾ എടുത്തത് ജയ്സ്വാളാണ്. പക്ഷേ അത് വിശ്വസിക്കാതെ ബോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ജസ്റ്റ് നോക്കി നിൽക്കുകയായിരുന്നു ഗിൽ ചെയ്തത്. ജയ്സ്വാളിനെ അദ്ദേഹം വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ റണ്ണൌട്ട് സംഭവിക്കുകയും ചെയ്യില്ലായിരുന്നു. വളരെ സ്വാർത്ഥനായ ക്രിക്കറ്ററാണ് ഗിൽ എന്നൊക്കെ ഈ സമയത്ത് ക്രിക്കറ്റ് പ്രേമികൾ സോഷ്യൽ മീഡിയയിൽ ഗില്ലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത്രത്തോളം ഗില്ലിനെ കുറ്റപ്പെടുത്താനാവില്ല എന്ന് പറയുന്നവരുമുണ്ട്. ആ പന്തിൽ സിംഗിൾ ഇല്ലായിരുന്നെന്നും ഫീൽഡറെയും നോൺ സ്ട്രൈക്കറെയും നോക്കാതെയായിരുന്നു യശസ്വി ജയ്സ്വാളിന്റെ കുതിപ്പ് എന്നും കണ്ണുപൂട്ടിയുള്ള ഓട്ടമെന്നും ചില ആംഗിളുകൾ കാണിച്ചുകൊണ്ട്, ഈ വീഡിയോയുടെ ആംഗിളുകൾ കാണിച്ചുകൊണ്ട് പറയുന്നവരുമുണ്ട്. പക്ഷേ എന്തു തന്നെയായാലും ക്രിക്കറ്റിൽ നമുക്കറിയാം, ഫോമിലും നല്ല ടച്ചിലും നിൽക്കുന്ന താരങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ സ്വയം ക്രീസ് വിട്ടിറങ്ങി ആത്മഹത്യ ചെയ്യുന്ന കളിക്കാരെ നമ്മൾ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു വാദവും അപ്ലിക്കബിൾ ആവുമോ എന്നതും സംശയമാണ്. കാരണം ഒരുപക്ഷെ ഫീൽഡർ നോൺ സ്ട്രൈക്കർ എൻഡിൽ എറിയുകയാണെങ്കിലും ഒരുപക്ഷെ ഡയറക്റ്റ് ത്രോ ആണെങ്കിൽ ഔട്ടാവാനുള്ള സാധ്യത സ്ട്രൈക്കർക്ക് തന്നെയാണ്. അതായത് നോൺ സ്ട്രൈക്കർ എൻഡിലേക്ക് കുതിച്ച ആ ഒരു പന്ത് നേരിട്ട യശസ്വി ജയ്സ്വാളിന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ അത്രത്തോളം പഴിയും വിമർശനവും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അർഹിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. ഏതായാലും ഇന്ത്യ ശക്തമായ നിലയിൽ ആണ് എന്നതിനാൽ തീർച്ചയായും ജയ്സ്വാളിന്റെ ഔട്ട് ഇന്ത്യയെ ബാധിച്ചില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഗിൽ സെഞ്ചുറി അടിച്ചുകൊണ്ട് താൻ ഫോമിലേക്കാണ് എന്ന് തെളിയിക്കുകയും ഇന്ത്യ ഒരു വലിയ നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇനി ജയ്സ്വാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ നെക്സ്റ്റ് ബിഗ് തിങ് താൻ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ്സ്വാളിനെ കുറിച്ച് ഏതാണ്ട് ഒരു 4-5 വർഷം മുമ്പ് ഒരു രാജസ്ഥാൻ ചെന്നൈ മത്സരം നടക്കുമ്പോൾ, IPL നടക്കുമ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു കഥയുണ്ടായിരുന്നു. ടോസ് ഇടാനായി രാജസ്ഥാന്റെ ആ സമയത്തെ ക്യാപ്റ്റനായ സ്റ്റീവ് സ്മിത്തും ചെന്നൈയുടെ നായകനായ മഹേന്ദ്ര സിംഗ് ധോണിയും അവർ രണ്ടുപേരും ഗ്രൗണ്ടിലേക്ക് എത്തുന്നു.
ആ സമയത്ത് അവരുടെ അടുത്ത് തന്നെ രാജസ്ഥാനായി അന്ന് ആ മത്സരത്തിൽ അരങ്ങേറാനുണ്ടായിരുന്ന ഈ യുവതാരം 18-കാരനായ യശസ്വി ജയ്സ്വാളുണ്ട്. മുഖത്ത് കുട്ടിത്തം, ജയ്സ്വാളിന്റെ മുഖത്തെ കുട്ടിത്തം ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. യശസ്വി ജയ്സ്വാൾ അദ്ദേഹത്തിന് 18 വയസ്സായോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ആ പയ്യൻ മഹേന്ദ്ര സിംഗ് ധോണിയെ ടോസ് ഇടാൻ വരുന്ന സമയത്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കാലിലേക്ക് വീണ് കൈകൂപ്പിക്കൊണ്ട് അനുഗ്രഹം വാങ്ങുന്നു. കൈകൂപ്പി നിൽക്കുന്ന ആ ഒരു പയ്യൻ പിന്നീട് മറ്റൊരു മത്സരത്തിനിടെ സാക്ഷാൽ സച്ചിൻ രമേശ് ടെണ്ടുൽക്കറെ കണ്ടപ്പോഴും കാലിൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങുന്നുണ്ട്. ആ പയ്യനാണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് വളർന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡിന് തന്നെ അരികിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ യശസ്വി ജയ്സ്വാൾ. അന്ന് ധോണിയിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ച് IPL അരങ്ങേറിയ ജയ്സ്വാൾ ഇന്ന് എല്ലാ ഇന്ത്യക്കാരുടെയും അഭിമാനമാണ് എന്ന് നിസ്സംശയം പറയാം. യശസ്വി ജയ്സ്വാൾ ഹാസ് മോസ്റ്റ് ടെസ്റ്റ് റൺ സിൻസ് ഹിസ് ഡെബ്യൂ, ഈവൻ മോർ ദാൻ പീക്ക് ജോ റൂട്ട്. ജോ റൂട്ടിനേക്കാളും ഒരുപക്ഷെ ജോ റൂട്ടിന്റെ പീക്കിനേക്കാളും കൂടുതൽ അദ്ദേഹം റൺസ് ഇപ്പോൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിൽ സെഞ്ചുറി കുറിച്ചതോടെ ജയ്സ്വാളിന്റെ 7ാമത്തെ ടെസ്റ്റ് സെഞ്ചുറി ആയിരുന്നു പിറന്നത്. 24 വയസ്സ് തികയുന്നതിന് മുമ്പ് ഒരു ഓപ്പണർ നേടുന്ന ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന സൗത്ത് ആഫ്രിക്കൻ മുൻ ക്യാപ്റ്റനായിരുന്ന ഗ്രെയിം സ്മിത്തിന്റെ റെക്കോർഡിന് ഒപ്പം എത്തുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ ഓപ്പണറാണ് ഇപ്പോൾ യശസ്വി ജയ്സ്വാൾ. 24 വയസ്സ് തികയുന്നതിന് മുമ്പ് 7 സെഞ്ചുറികൾ നേടുന്ന ഓപ്പണർമാരിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒന്നാമനായ ജയ്സ്വാൾ മൊത്തം ബാറ്റർമാരിൽ 2ാമത്തെ ഇന്ത്യക്കാരനാണ്. 24 വയസ്സ് തികയുന്നതിന് മുമ്പ് കൂടുതൽ സെഞ്ചുറി നേടിയത് ജയ്സ്വാളിനേക്കാൾ കൂടുതൽ സെഞ്ചുറി നേടിയത് 11 സെഞ്ചുറിയുമായി സച്ചിൻ മാത്രമാണ്. ഇനി രോഹിത് ശർമ്മയ്ക്ക് ശേഷം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ 7 സെഞ്ചുറികൾ നേടുന്ന 2ാമത്തെ ഓപ്പണറും ഇപ്പോൾ യശസ്വി ജയ്സ്വാളാണ്. രോഹിത് 9 സെഞ്ചുറികളാണ് നേടിയത്. ഭാവിയിലെ സൂപ്പർ സ്റ്റാറോ ഇതിഹാസമോ ആവാനുള്ള എല്ലാ മട്ടും ഭാവവുമുണ്ട് യശസ്വി ജയ്സ്വാളിന് എന്ന് നമുക്ക് കാണാം. വിജേന്ദ്ര സെവാഗിന്റെ ഇടങ്കയ്യൻ വേർഷൻ എന്ന് തോന്നിപ്പിക്കുന്ന വേഗവും ഭയമില്ലായ്മയും അയാൾ ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 94-ൽ നിന്നും 6 അടിച്ചുകൊണ്ട് മുമ്പ് സെവാഗ് സെഞ്ചുറി തികച്ചതുപോലെ ഇപ്പോൾ യശസ്വി ജയ്സ്വാളും സെഞ്ചുറി തികക്കുന്നത് എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. മോശം പന്തുകളെ അടിച്ചു തകർത്ത് അതിർത്തി കടത്തിയും ബഹുമാനിക്കേണ്ടവയെ ബഹുമാനിച്ചും അയാൾ ഇന്ത്യൻ ടീമിനൊരു മുതൽക്കൂട്ടായി നിൽക്കുകയാണ് ഇപ്പോൾ. ദുരിതങ്ങളെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ പൊരുതി തോൽപ്പിച്ചാണ് യശസ്വി ജയ്സ്വാളിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള വരവ്. യശസ്വി ജയ്സ്വാളിന്റെ ഉജ്ജ്വല പ്രകടനമാണ് ഏതാണ്ട് ഒരു 5 വർഷം മുമ്പ് ബംഗ്ലാദേശിൽ നടന്ന അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയത്. അന്ന് ഫൈനലിൽ ശ്രീലങ്കയെ തോൽപ്പിക്കുമ്പോൾ ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകിയത് ജയ്സ്വാളിന്റെ 113 പന്തിലുള്ള 85 റൺസായിരുന്നു. ആ ടൂർണമെന്റിൽ 80 ശരാശരിയിൽ 318 റൺസാണ് ജയ്സ്വാൾ നേടിയത്. ഓരോ മത്സരത്തിലും യശസ്വി ജയ്സ്വാൾ ബാറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് മറ്റേതെങ്കിലും കളിക്കാരനേക്കാളും ആധികാരികമായിട്ടാണ് അദ്ദേഹം റൺസ് കണ്ടെത്തുന്നത് എന്നത് അദ്ദേഹത്തിന്റെ പ്രായത്തെക്കാൾ മൂപ്പുള്ള പക്വത അദ്ദേഹത്തിനുണ്ട് എന്ന് പലപ്പോഴും പല ക്രിക്കറ്റ് പണ്ഡിതരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ പക്വതയുടെ ആയം അറിയണമെങ്കിൽ ഏതാണ്ട് 1 വർഷം മുമ്പ് നടന്ന ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ പര്യടനത്തിൽ ജെയിംസ് ആൻഡേഴ്സൺ എന്ന ഇതിഹാസ ബോളറെ വെറും ക്ലബ്ബ് ബോളറെ നേരിടുന്നത് പോലെ ഹാട്രിക് 6 അടിച്ചുകൊണ്ട് ആ ആവേശ നിമിഷങ്ങൾ ഓർത്താൽ മാത്രം മതിയാകും. അന്ന് ആൻഡേഴ്സണെതിരെ നേടിയ ഷോട്ടുകളൊക്കെയും കുറച്ച് റിസ്കി ആയിരുന്നെങ്കിലും ഏതാണ്ട് ഒരു കാൽക്കുലേറ്റഡ് ഷോട്ടുകൾ തന്നെയായിരുന്നു. പക്ഷേ ആൻഡേഴ്സൺ എന്ന 1000ഓളം അന്താരാഷ്ട്ര വിക്കറ്റുകൾ സ്വന്തമായുള്ള ആ ഒരു മനുഷ്യൻ, ആ ഒരു ബോളർ ഇത്രത്തോളം നാണം കെട്ട് ചെറുതാകുന്ന കാഴ്ച നമ്മൾ ആൻഡേഴ്സന്റെ 1/4 നൂറ്റാണ്ടോളം നീണ്ട കരിയറിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കുണ്ടായിരുന്നു അന്ന് യശസ്വിയുടെ ബാറ്റിന്റെ ബ്രൂട്ടാലിറ്റി. ഇന്ത്യയിൽ വന്ന് അന്ന് ബാസ്ബോൾ കളിക്കാൻ ശ്രമിച്ച ജോ റൂട്ടും ബെയർസ്റ്റോയും ഒക്കെ ഇവിടെ വമ്പൻ പരാജയമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ നിരയിലെ ഈ യുവ ഓപ്പണർ ഏതാണ്ട് ഒറ്റക്ക് തന്നെ ബ്രണ്ടൻ മക്കുല്ലം എന്ന ബാസ്ബോളിന്റെ ശില്പി മനസ്സിൽ കണ്ടത് മാനത്ത് കണ്ടെന്ന രൂപത്തിൽ അവരെക്കാൾ നന്നായി ഫീൽഡിൽ അത് എക്സിക്യൂട്ട് ചെയ്തത്. ക്രിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കാൻ UPയിൽ നിന്നും മുംബൈയിലേക്ക് 11ാമത്തെ വയസ്സിൽ വണ്ടി കയറിയതാണ് യശസ്വി ജയ്സ്വാൾ. അന്ന് ആസാദ് മൈതാനിലെ മുസ്ലിം യുണൈറ്റഡ് ക്ലബ്ബാണ് അദ്ദേഹത്തിന് അഭയം നൽകിയത്. അവിടെ ഒരു ടെന്റിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. എങ്കിലും ക്രിക്കറ്റർ എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. അന്ന് പണമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എങ്കിലും ജയ്സ്വാളിനെ പരുവപ്പെടുത്തിയതും ആ ഒരു കാലം തന്നെയായിരുന്നു. കോച്ച് ജ്വാല സിംഗിനെ കണ്ടുമുട്ടിയ ശേഷമാണ് ജയ്സ്വാൾ എന്ന താരം രൂപപ്പെടുന്നത്. ജയ്സ്വാളിന്റെ പ്രകടനത്തിൽ ഏറെ സന്തുഷ്ടനായിരുന്നു ജ്വാല. അദ്ദേഹം യശസ്വി ജയ്സ്വാളിനെ കുറിച്ച് ആ സമയത്ത് പറഞ്ഞത് എങ്ങനെയാണ്: ഞാൻ അവരെ കാണുമ്പോൾ 11 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജയ്സ്വാളിന്റെ ബാറ്റിംഗ് എന്നെ ഒരുപാട് ആകർഷിച്ചു. 1ാം ഡിവിഷൻ ബോളർമാർക്കെതിരെ പോലും അദ്ദേഹം മനോഹരമായി കളിക്കുന്നു. പിന്നീടെല്ലാം ജയ്സ്വാളിന്റെ വഴിയെ വരുന്നു. സ്വപ്നങ്ങൾക്ക് വഴിയെ അവന്റെ ടാലന്റും ലോകം അറിയുകയായിരുന്നു. 100 in Under-19 വേൾഡ് കപ്പ്, 100 in രഞ്ജി ട്രോഫി, 100 in ഇറാനി കപ്പ്, 100 in ദുലീപ് ട്രോഫി, 100 in വിജയ് ഹസാരെ ട്രോഫി, 100 for India A, 100 in IPL, third most international 100s for India under the age of 23, trailing only Sachin Tendulkar and Virat Kohli. What a journey Yashasvi Jaiswal. Take it home.